ഞാനത് ഏൽക്കുകയും ചെയ്യും. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നത് അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നത്? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നില്ല, തന്തയില്ലാത്ത വിളിക്കുന്നത്. തന്ത ഉണ്ടോ ഇല്ല? തന്തയില്ലാത്തൊരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ അത്രയും വലിയൊരു കുറ്റകൃത്യം ഒരു പെൺകുട്ടിയോട് ഇതിനേക്കാൾ ക്രൂരമായി എങ്ങനെ ഒരു മനുഷ്യന് പെരുമാറാൻ കഴിയും എന്ന ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത് അരുൺകുമാർ. കാരണം പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു. ഗർഭിണിയായ പെൺകുട്ടി ആ കുഞ്ഞിനെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കാൻ, അത് 4-ാം മാസത്തിലാണ്. ആ പെൺകുട്ടിയുടെ പോലും ആരോഗ്യം അവരെ അപകടപ്പെടുത്തുന്ന രീതിയിൽ നിർബന്ധിപ്പിക്കുകയാണ്. 4-ാം മാസം പെൺകുട്ടിയോട് ഗർഭചിത്രം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എത്രയും ഗുരുതരമായ ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവന് പോലും അപകടമുണ്ടായേക്കാവുന്ന ഒരു സമയത്താണ് ഗർഭചിത്രത്തിന് ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു, കൈയൊഴിയുന്നു, അങ്ങനെ തുടങ്ങിയ നിരവധി സാഹചര്യങ്ങൾ. ഇത് ഇരുവരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണമാണ്. അത് പൂർണ്ണമല്ല. നമുക്ക് ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ശബ്ദ സംഭാഷണം പൂർണ്ണമായും പുറത്തുവിടാത്തത്. മാത്രമല്ല, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുവരും നടത്തിയ ചാറ്റുണ്ട്. അതൊക്കെ ഏറ്റവും ഗുരുതരമായ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ ശബ്ദം പുറത്തു വരുന്നതിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വലിയൊരു കുറ്റകൃത്യമാണ്. സമൂഹത്തിന് മുന്നിൽ ഈ ജനപ്രതിനിധിക്ക് എങ്ങനെ കുറ്റവാളിയായി നിൽക്കാൻ കഴിയും, തുടരാൻ കഴിയും ജനപ്രതിനിധിയായി എന്ന ചോദ്യമുണ്ട്. അതിന് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഉത്തരം പറയേണ്ടി വരും.